അപ്പോൾ ശരി പോട്ടെ കേട്ടോ. ഓക്കെ പറപ്പിക്കും ഞാൻ. ശരിടാ ശരി മച്ചാ. ഹലോ ഗൈസ്, ഞാൻ റോട്ടിൽ നിന്നൊന്ന് കയറട്ടെ കേട്ടോ. കര കാണട്ടെ, കര കാണ കടലല മേലേ മോഹപ്പൂം കുരുവി പറന്നേ പടച്ചോനെ മുല്ലക്കനെ നുള്ളി. യെസ് ഓഫ് കോഴ്സ്. യെസ് ഓഫ് കോഴ്സ്. അപ്പോൾ ഇവിടുത്തെ പരിപാടി കോളേജിൽ നമ്മളെ പിള്ളേർ വരുന്നുണ്ട്. നേരെ വാഗമൺ, അവിടെ നിന്ന് മ്ലാമല. ലവന്മാർ കാറിനാണ് വരുന്നത്. കുറച്ച് ദൂരം, അതായത് മൂവാറ്റുപുഴ വരെ ആയിരിക്കും നമ്മ ബൈക്കിൽ പോകുന്നത്. അവിടെ നിന്ന് കാറിൽ ജോയിൻ ചെയ്യും. അപ്പം അതുവരെ ഒന്ന് ചില്ലടിക്കാന്ന് വെച്ചിട്ട് കോട്ടൊക്കെ ഇട്ടിറങ്ങിയതാണ്. പക്ഷേ സൂര്യൻ ഉച്ചയിൽ അങ്ങോട്ട് ഉദിച്ച് നിൽക്കുകയാണ്. മഴ കൊള്ളുമെന്ന് തോന്നുന്നില്ല. മഴ വരും തലമുടി മിഴികളിൽ ഇത് എനക്കാ. നമുക്ക് ചില കാറ്റഗറി ഓഫ് കൂട്ടുകാരുണ്ട്. നമ്മുടെ കസിൻസ്, നമ്മുടെ കോളേജിൽ നിന്ന് കിട്ടുന്ന കുറച്ച് കൂട്ടുകാർ, നമ്മുടെ നാട്ടിലുള്ള കുറച്ച് കൂട്ടുകാർ, ഏവന്മാരുടെ കൂടെയൊക്കെ ഉള്ള ട്രിപ്പ് ഒരു പ്രത്യേക വൈബാണ്. അതിനെപ്പറ്റി ആലോചിക്കുമ്പോൾ തന്നെ ഒരു സുഖം. സാധാരണ ഒരു ചെറുപ്പക്കാരൻ്റെ 18 വയസ്സ് തൊട്ട് 25 വയസ്സ് വരെയുള്ള സമയമായിരിക്കും മോസ്റ്റ്ലി സ്ട്രഗിളിങ് ടൈമായിട്ട് കൂട്ടുക. അതിനപ്പുറമൊക്കെ സ്ട്രഗിളിങ് ആണ്. എന്നാലും ഒരു കരിയർ ബിൽഡ് ചെയ്യുന്ന ടൈം എന്ന് പറയുന്നത് 18 to 25 സാധാരണ മിഡിൽ ക്ലാസ്സുകാരൊക്കെ അതിൽ ഫിനാൻഷ്യലി ഭയങ്കര വീക്കായിട്ടുള്ള ടൈം കൂടിയാണ്. ആ സമയത്ത് നമ്മുടെ കൂടെ ഉണ്ടാകുന്ന ഫ്രണ്ട്സ് ഉണ്ടല്ലോ, അവരായിരിക്കും ലോങ് ലാസ്റ്റ് ചെയ്യുന്ന കൂട്ടുകാർ എന്നാണ് സ്റ്റഡീസ് പറയുന്നത്. ഇപ്പോൾ എൻ്റെ ലൈഫിൽ അങ്ങനത്തെ കാറ്റഗറിയിൽപ്പെട്ട കൂട്ടുകാർക്കിടയിലൊക്കെയാണ് ഞാൻ ഇപ്പോൾ പോകുന്നത്. മഴ കുത്തുന്നുണ്ട് ചെറുതായിട്ട്. മേ ബി പെയ്യുമായിരിക്കും. കുറേ നാളായി ബൈക്കിൽ മഴ നനഞ്ഞിട്ട്. കഴിഞ്ഞ ശനിയാഴ്ച ബൈക്ക് ട്രിപ്പ് പ്ലാൻ ചെയ്തതാണ് വിത്ത് വൈഫി. പക്ഷെ നടന്നില്ല. കൊച്ച് രാവിലെ ആയപ്പോൾ എഴുന്നേറ്റ്. മാമലക്കണ്ടം പോകാനായിരുന്നു പ്ലാൻ. ഫുൾ പ്ലാനൊക്കെ സെറ്റ് ചെയ്ത് ജാക്കറ്റൊക്കെ സെറ്റ് ചെയ്ത് കിടന്നുറങ്ങി. പക്ഷേ രാവിലെ 5 മണിക്ക്, അല്ലെങ്കിൽ 10 മണി വരെ പോത്ത് പോലെ കിടന്നുറങ്ങണ ചെക്കനാണ് അവൻ. എഴുന്നേറ്റ് പിന്നെ ഉറങ്ങുന്നില്ല. പിന്നെ ബൈക്ക് ട്രിപ്പ് മാറ്റിയത് കാറിലാക്കി. അതിന് മുന്നത്തെ ആഴ്ച ബൈക്ക് ട്രിപ്പ് പ്ലാൻ ചെയ്ത് ഇതേപോലെ എന്തോ സംഭവമായിട്ട് മുടങ്ങിപ്പോയി. ഇതിൻ്റെയൊക്കെ കോമഡി എന്താ വെച്ചാൽ ശനി ഞായറൊന്നും മഴ പെയ്തിട്ടില്ല എന്നുള്ളതാണ്. എന്നാൽ വർക്കിംഗ് ഡേയ്സിലോ നിൽക്കാത്ത മഴ. ഇന്നിപ്പോൾ ക്ലൗഡി അല്ല, എന്നാലും ചിലപ്പോൾ പെയ്യുമായിരിക്കും. അങ്ങിങ്ങായിട്ട് കുറച്ച് മഴമേഘങ്ങൾ കാണുന്നുണ്ട്. പിന്നെ പോകുന്നത് ഇടുക്കിക്കല്ലേ. ഞാൻ ഒരു 2 മാസം ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് പൈനാവിലാണ് പഠിച്ചത്. അത് കഴിഞ്ഞിട്ട്
അലോട്ട്മെൻറ്റ് കിട്ടി ആണ് എൻ്റെ കോളേജിലേക്ക് പോയത്. അപ്പോൾ 2 മാസം ഇടുക്കിയിലുണ്ടായിരുന്നു, GC ഇടുക്കിയിൽ. അപ്പോൾ അവിടെ വെച്ചിട്ട് അവിടുത്തെ ഒരു മെയിൻ റൂട്ടാണ് ഈ കട്ടപ്പന ചെറുതോണി റൂട്ടെന്ന് പറയുന്നത്. ഞാൻ ഇതുവരെ ആ റൂട്ടിൽ കൂടി മഴ കൊള്ളാതെ പോയിട്ടില്ല. കട്ടപ്പന ചെറുതോണി റൂട്ട്, പ്രത്യേകിച്ച് അത് മഴക്കാലമായിരുന്നു. പക്ഷെ അതിന് ശേഷം ഒരു 5-6 തവണ ഞാൻ പോയിട്ടുണ്ട് ആ വഴി. എല്ലാ ദിവസവും മഴയുണ്ട്. ഞാൻ പോകുന്ന ദിവസം അവിടെ മഴ ഉണ്ടാവാറുണ്ട്. ആ റൂട്ട് എന്നെ ഇതുവരെ ചതിച്ചിട്ടില്ല. അപ്പോൾ സാധാരണ ട്രിപ്പ് ദിവസം പോലെ തന്നെ ഒരു ട്രിപ്പ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യണം, പോവാണ് ഇടുക്കി കവിക്. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഈ സീബ്ര ലൈനിനെ പറ്റിയുള്ള അണ്ടർസ്റ്റാൻഡിങ് ഒരുപാട് തെറ്റാണ് എന്ന് എനിക്ക് തോന്നലുണ്ട്. എടാ മഴ വരും തല്ലിമുട്ടി മിഴികളിൽ അടിക്കട്ടെ. അതായത് എന്തിനാണ് സീബ്ര ലൈൻ? എല്ലാവരും ചോദിക്കുമ്പോൾ പറയാം അത് കാൽനട യാത്രക്കാർക്ക് വേണ്ടിയിട്ടുള്ളതാണ്, അത് റോഡ് ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് കാൽനടക്കാർക്ക്. ആക്ച്വലി അത് കാൽനട യാത്രക്കാർക്ക് വേണ്ടിയിട്ടുള്ളതല്ല. അതിൻ്റെ ഐഡിയ തന്നെ റോട്ടിൽ കൂടി പോകുന്ന വണ്ടിക്കാർക്ക് വേണ്ടിയിട്ടുള്ളത് തന്നെയാണ്. അതായത് അതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ മനസ്സിലാക്കുന്നത്, റോട്ടിൽ കിടന്ന് ചറവറ കിടന്ന് ഓടരുത്. ഇത് ഈ വഴി ഉണ്ടല്ലോ, ഇവിടെ കൂടി പോകണം, ഇവിടെ കൂടിയൊക്കെ പോയിട്ട് വണ്ടി മേത്ത് കൂടി കയറി എന്ന് പറഞ്ഞ് ബഹളം ഉണ്ടാക്കിയാൽ നമ്മളെ കുറ്റക്കാരില്ലേ എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ അത് ഒരു വണ്ടി പോകുന്നവർക്ക് ഉപകാരം ഉണ്ടാക്കുന്ന പരിപാടിയായിട്ടാണ് ചെയ്യുന്നത്. അത് ചറവറ ക്രോസ് ചെയ്യാതെ ഈ ലൈനിൽ കൂടി ക്രോസ് ചെയ്യണം. അപ്പോൾ വണ്ടിക്കാർക്ക് സുഖമാണ്. ആ വഴി പോകുമ്പോൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഇനി സീബ്ര ലൈൻ കണ്ടൂന്ന് കരുതി എടുത്ത് ചാടാൻ നിൽക്കരുത്. സീബ്ര ലൈനിൽ കൂടി ക്രോസ് ചെയ്യുക, അതും ഇരുവശങ്ങളിൽ നിന്നും വാഹനങ്ങൾ വരുന്നില്ല എന്ന് ഉറപ്പ് വരുത്തിയിട്ട് മാത്രം ക്രോസ് ചെയ്യുക. അല്ലാതെ ഒരു പാണ്ടിലോറി വരാൻ നേരത്തെ ഇതെൻ്റെ അവകാശമാണ് എന്ന് പറഞ്ഞ് കയറി സീബ്ര ലൈനിൽ നിന്നാൽ അരച്ചെടുത്തിട്ട് പോകത്തും. എന്ന് എനിക്ക് തോന്നാറുണ്ട്. അപ്പോൾ പക്ഷേ സീബ്ര ലൈൻ ഒരുപാട് പേര് തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു സാധനമാണ്. അത് കാൽനടക്കാർക്ക് വേണ്ടിയിട്ടുള്ള, ഞങ്ങൾക്ക് എന്നാ വേണേ ചെയ്യാം, അതിൻ്റെ അകത്ത് കയറി കിടന്ന് കൂടെ കിടക്കട്ടെ എന്ന് സണ്ണിച്ചേട്ടൻ ചോദിക്കുന്ന പോലെ അല്ല, അതങ്ങനെയുള്ളതല്ല. വണ്ടികളില്ലെങ്കിൽ മാത്രം അവിടെ കൂടി ക്രോസ് ചെയ്യുക, അല്ലാതെ അതിന് കയറി വട്ടം കയറി നിന്നിട്ട് അവകാശമാണെന്ന് പറയാൻ നിൽക്കരുത്. എല്ലായിടത്തും ഫുട്ബോളിൻ്റെ ഫ്ലെക്സുകളാണ്. കാര്യം ഒരു
ആലപ്പുഴ ഡിസ്ട്രിക്റ്റിൽ ജനിച്ച് വളർന്ന ആളെന്ന നിലയിൽ എനിക്ക് ഈ ഫുട്ബോളിനോട് വലിയ മമതയൊന്നുമില്ല. നമ്മൾ ചെറുപ്പം തൊട്ടേ ക്രിക്കറ്റായിരുന്നു, പിന്നെ അത് ഈ പോണ സാധനം ബാഡ്മിൻ്റൺ. പല റീലുകളിലും കാണാൻ പോകുന്ന കണ്ടുകൊണ്ടിരിക്കുന്നത് പോലെ മെസ്സി, നെയ്മർ, റൊണാൾഡോ ഇവർ 3 പേരുമാണ് എൻ്റെ ഹീറോസ് എന്ന് പറഞ്ഞ് ചില പെൺകുട്ടികളുടെ വീഡിയോ കാണാറുണ്ട്. അതിലൊരു എംബാപ്പേനെ കൂടി കൂടുതലായിട്ട് അറിയുമെന്നല്ലാതെ എനിക്കും വലിയ ഐഡിയ ഒന്നുമില്ല ഇതിനെപ്പറ്റി. 2010 2010 വേൾഡ് കപ്പ് 2010 വേൾഡ് കപ്പാണ് ഞാൻ ആദ്യമായിട്ടൊരു ഫുട്ബോൾ വേൾഡ് കപ്പ് ടി വിയിലിരുന്ന് കാണുന്നത് തന്നെ. കാരണം കോളേജിലായിരുന്നു. അപ്പോൾ കോളേജിലുള്ളപ്പോൾ ഇഷ്ടംപോലെ ഈ കോഴിക്കോട് നിന്നും മലപ്പുറത്തു നിന്നും കണ്ണൂരിൽ നിന്നൊക്കെയുള്ള പിള്ളേരുള്ളതുകൊണ്ട് ഇവന്മാർ ഫുട്ബോൾ ഭ്രാന്തന്മാരാണ്. ഇവന്മാർ അന്ന് ഫുട്ബോൾ കണ്ട് അവരുടെ കൂടെ ഇരുന്നിട്ടാണ് ഞാൻ ഫുട്ബോൾ കാണാൻ തന്നെ തുടങ്ങിയത്. പല റൂളുകളും ഇങ്ങനെയൊക്കെ റൂളുണ്ട് എന്നറിയുന്നത് തന്നെ. ഈ ഓഫ് സൈഡ് എന്നൊക്കെ പറഞ്ഞ സാധനം ഉണ്ടല്ലോ, ഞാൻ അന്നാണ് ഇങ്ങനെ സാധനത്തെ പറ്റി അറിയുന്നത് തന്നെ. ഇങ്ങനെയൊക്കെ ഒരു സാധനം ഉണ്ടല്ലേ എന്നറിയുന്നത് തന്നെ. അപ്പോൾ 2000 ആ ഒരു സമയത്താണ് ഞാൻ ഫുട്ബോൾ കളിക്കുന്നത് ഇവിടെ. ജീവിതത്തിൽ ആദ്യമായിട്ട് കോളേജിൽ പഠിക്കുമ്പോൾ തിങ്ങീസ് കോളേജിലെ ഫുട്ബോൾ ലീഗ് നടത്തിയപ്പോൾ അതിലും ഞാനുണ്ടായിരുന്നു. നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ഗെയിം കളിക്കുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാ ഗെയിമും കളിക്കാൻ പറ്റുമോ? പക്ഷെ എനിക്കെന്തോ ഫുട്ബോൾ ഒരു ആവേശമായിട്ടൊന്നും തോന്നിയിട്ടില്ല. എൻ്റെ മാത്രം ഒപ്പീനിയൻ ആട്ടോ. ഫുട്ബോൾ ജീവനെന്നും പറഞ്ഞ് നടക്കുന്ന മനുഷ്യന്മാർ ഇഷ്ടം പോലെ ഉണ്ട് നമ്മുടെ കേരളത്തിൽ തന്നെ. പക്ഷെ നമുക്ക് അന്നൊന്നും ക്രിക്കറ്റാണ് മെയിൻ. കൊല്ല എൻ്റെ നെഞ്ചത്തേക്ക് കയറ്റി. എനിക്ക് ഈ മണ്ണ് ഭയങ്കര പേടിയാണ്. ഇതിങ്ങനെ ഈ റോഡ് ഈ ചരല് പോലെ കിടക്കുന്നത് ഭയങ്കര അപകടമുള്ള സാധനമാണ്. റോഡ് പെട്ടെന്ന് സ്ലിപ്പായി പോകും നമ്മുടെ ടയർ. ഞാൻ അത്യാവശ്യം നല്ലൊരു വീഴ്ച വാഗൺ വെച്ച് വീണു. അത് സ്കൂട്ടറിലായിരുന്നു. പക്ഷേ നല്ലൊരു വീഴ്ച വീണ അത് ആ ഒരു പേടി കുടുങ്ങി ഉള്ളി കിടപ്പുണ്ട്. അത് കാരണം ഈ ഇങ്ങനത്തെ ചരല് കണ്ടു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ഒരു കുളിരാ. ഇത് കണ്ട ഈ പാടൊക്കെ കണ്ട, അതൊക്കെ ആ കുളിര് തന്നതാ. കുറച്ചും കൂടി നടക്കത്തേക്ക് കയറ്റി ചവിട്ടാറുള്ളൂ. ഇതിപ്പോൾ എനിക്ക് പോകാൻ സൈഡുണ്ടായിട്ട് ഇവിടെ എത്ര റോഡ് പണിതാലും ഉണ്ടല്ലോ. ഇപ്രാവശ്യം പണിതിട്ടുണ്ടാവുമെന്നറിയാം. നല്ല കട്ടി കിട്ടിയിട്ടുണ്ട്. ഈ സൈഡിലൊക്കെ ഇങ്ങനെ മരം നിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ മരത്തിൻ്റെയൊക്കെ വേര് കുറേ കഴിയാൻ പൊങ്ങി വരും. അപ്പോൾ റോഡിന് നടുക്ക് ഇങ്ങനെ ബമ്പർ വരും.